ഫലസ്തീന്റെ മണ്ണിൽ മരിച്ചു വീഴുന്ന പിഞ്ചോമനകളെ ഓർത്ത് ഇനിയെങ്കിലും നിങ്ങൾ കരയാതിരിക്കൂ പ്ലീസ്. നബി തങ്ങൾ പറയുന്ന 6 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും. അതിൽ 6ാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നബി തങ്ങൾ പറയുന്നു, ലിശ്ശഹീദി ഇൻദല്ലാഹി സിത്തു ഹിസാൽ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആര് മരിച്ചോ അവൻക്ക് 6 കാര്യങ്ങൾ അള്ളാഹു കൽപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായി നബി തങ്ങൾ പറയുന്നത് യുഗ്ഫറു ലഹു ഫി അവ്വൽ ദഫ. അവൻ മരിച്ച ഉടനെ അവന്റെ ബ്ലഡ്, അവന്റെ രക്തം ഭൂമിയിൽ പതിക്കുന്ന സമയത്ത് തന്നെ അവന്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു കൊടുത്തു കൊടുക്കുകയാണ്. രണ്ടാമതായി നബി തങ്ങൾ പറയുന്നത് വയറാ മഖഅദഹു മിനൽ ജന്ന. മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ അവൻ ഏത് സ്ഥാനത്താണോ നിൽക്കാൻ പോകുന്നത് ആ സ്ഥാനം അവൻ അവിടെ വെച്ച് തന്നെ കാണുകയാണ്. വയുജാറു മിൻ അദാബിൽ ഖബർ. മൂന്നാമതായി നബി തങ്ങൾ പറയുന്നത് നാം ഏവരും ഭയക്കുന്ന മരണത്തിന് ശേഷം ഏറ്റവും അധികം ശിക്ഷ ലഭിക്കുന്ന ഖബർ ശിക്ഷയിൽ നിന്നും അവൻ പൂർണ്ണമായും വിമുക്തി നേടുകയാണ്. നാലാമതായി പറയുന്നത് വയഉമനു മിനൽ ഫസൈൽ അക്ബർ. ഹിസാബിന്റെ സമയത്ത് യാതൊരു വിചാരണയും കൂടാതെ ആ ഷഹീദ് ഫലസ്തീനിൽ മരിച്ചുപോയ ഓരോ ജീവനുകളും രക്ഷപ്പെടുകയാണ്. അഞ്ചാമതായി നബി തങ്ങൾ പറയുന്നത് വയൂദ വല റഅസി താജുൽ വഖാരിൽ യാഖൂത മിൻഹാ ഖൈറുൻ ഫിദ് ദുനിയ വമാ ഫീഹാ. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിരസിൽ ഒരു കിരീടം അണിയിക്കും. ആ കിരീടത്തിന്റെ ഒറ്റമുത്ത് ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും വാല്യൂ ഉള്ളതായിരിക്കും. അടുത്തതായി പറയുന്നത് ഹൂറിൽപ്പെട്ട 72 ഭാര്യമാരെ അവർക്ക് നൽകപ്പെടും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി 6ാമത്തെ കാര്യം നമ്മൾ പറയുന്നത് തന്റെ കുടുംബക്കാരിൽ നിന്ന് നല്ല പ്രവൃത്തി ചെയ്യുന്നവരാവട്ടെ ചെയ്യാത്തവരാവട്ടെ തൗഹീദ് ഉച്ചരിച്ചോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച 70 പേരെ അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ പറയൂ, ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന പിഞ്ചോമനകളെ ഓർത്താണ്, നിങ്ങൾ സ്വയം ഓർത്താണ്